അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന 5ാം ക്ലാസ്സിന്റെ തിലാവത്തുൽ ഖുർആനിന്റെയും ഹിഫ്ളിന്റെയും ഒരു മോഡൽ ചോദ്യപേപ്പർ നോക്കാൻ പോകുന്നത് 100 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമതായി, താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. ഹൂദ് സൂറത്തിൽ നിന്ന് 109 മുതൽ 114 വരെയുള്ള ആയത്തുകളാണ് ഓതി കൊടുക്കേണ്ടത്. ഫലാ തകു ഫീ മിരിയത്തിൻ മിമ്മാ യഅ്ബുദു മുതൽ ദാലിക ദിക്റാ ലിദ്ദാകിരീൻ വരെയാണ് ഓതി കൊടുക്കേണ്ടത്. കണ്ടിട്ടാണ് ഓതി കൊടുക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നു. 3, 4, 5 ക്ലാസ്സുകളിൽ പഠിച്ച മഖാരിജുൽ ഹുറൂഫ്. എന്താണ് മഖാരിജുൽ ഹുറൂഫ് എന്ന് പറയുന്നത്? അക്ഷരങ്ങളുടെ മഖ്റജുകൾ. ഒന്നും കൂടെ പറഞ്ഞാൽ, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ അതറിഞ്ഞിട്ടാവണം ഓതേണ്ടത്. രണ്ടാമതായി, സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ശബ്ദ വ്യത്യാസങ്ങൾ. അത്തഫ്ഖീമു വത്തർഖീഖ്, വായ കനപ്പിച്ചോതുക, നീർപ്പിച്ചോതുക. അഹ്കാമുൻ നൂനി സാക്കിനത്തി വത്തൻവീനി, സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും വിധികൾ 5 എണ്ണാണ്. 1 ഇദ്ഹാർ, 2 ഇഖ്ഫാ, 3 ഇദ്ഗാം ബിഗുന്ന, 4 ഇദ്ഗാം ബിലാ ഗുന്ന, 5 ഇഖ്ലാബ്. ഇതൊക്കെ നോക്കി ഓതാ. അഹ്കാമുൽ മീമി സാക്കിന, അഹ്കാമുൽ മീമി സാക്കിന, സാക്കിനായ മീമിന്റെ വിധികൾ 3 എണ്ണാണ്. 1 ഇദ്ഹാർ, 2 ഇഖ്ഫാ, 3 ഇദ്ഗാം. മദ്ദുകൾ 2 വിധാണ്. മദ് അസ്ലിയ്, മദ് ഫർഈ. മദ് ഫർഈ വീണ്ടും 5 വിധമാണ്. 1 മദ് മുത്തസിൽ, 2 മദ് മുൻഫസിൽ, 3 മദ്ദുൽ ലാസിം, 4 മദ് ആരിദ്, 5 മദ്ദുൽ ലീൻ. ഗുന്നത്തുൽ മീമി വന്നൂനി, ഷദ്ദുള്ള മീമും നൂനും ഗുന്നത്ത് ചെയ്തോതുക, മണിച്ചോതുക. മുതലായ തജ്വീദ് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത്. ഈ പറയപ്പെട്ട നിയമങ്ങൾ പാലിച്ചോതിയാൽ മാത്രമേ ഫുൾ മാർക്ക് ലഭിക്കൂ. ഇതിൽ 50 മാർക്കാണ് ഉണ്ടാവുക. അടുത്തത് ഹിഫ്ളുൽ ഖുർആനി വൽ അദ്കാരി, ഖുർആനുകളും മറ്റു ദിക്റുകളും കാണാതെ ഓതി കൊടുക്കുക. അതിന് 50 മാർക്കാണ്. താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഓദിക്കുക. 10 ചോദ്യങ്ങൾക്ക് 5 വീതം മാർക്കാണ്. ഒന്നാമത്തത്, വജഅൽനാ ഫീഹാ ജന്നാത്തി മുതൽ വമിമ്മാ ലാ യഅലമൂൻ, യാസീൻ സൂറത്തിൽ നിന്നുള്ള ആയത്താണ്. 2, ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും മുതൽ ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, യാസീനിൽ നിന്ന്. മൂന്നാമതായി, ഇന്നമാ തുൻസിറു മൻ ഇത്തബഅ മുതൽ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, അതും യാസീനിൽ നിന്നാണ്. 4മതായി, യാ ഹസ്റത്തൻ അലൽ ഇബാദി മുതൽ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, അതും എവിടുന്ന? യാസീനിൽ നിന്നാണ്. 5മതായി, സുബ്ഹാനല്ലദീ ഖലഖ മുതൽ ഫഇദാഹും മുസ്ലിമൂൻ, അതും യാസീനിൽ നിന്ന്. 6മത്തത്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ മുതൽ വബിൽ ആഖിറതിഹിം യൂഖിനൂൻ, ഇത് ബഖറ സൂറത്തിൽ നിന്നുള്ള ഫസ്റ്റ് പേജിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 7, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ മുതൽ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ മുതൽ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ബഖറ സൂറത്തിൽ നിന്നുള്ള ആമൻ റസൂൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 8മതായി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ മുതൽ വഹുവൽ അലിയ്യുൽ അദീം, ഇതേതാണ്? ആയത്തുൽ കുർസിയിൽ നിന്നാണ്. 9മതായി, റളീനാ ബില്ലാഹി മുതൽ ബിമശീഅത്തില്ലാ, എവിടുന്നാണ്? ഹദ്ദാദിൽ നിന്നാണ്. എങ്ങനെയാണ് പൂരിപ്പിക്കുക? റളീനാ ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീന ബി മുഹമ്മദിൻ നബിയ ബിസ്മില്ലാഹി അൽഹംദുലില്ലാ അൽ ഖൈറു വസ്സറു ബിമശീഅത്തില്ലാഹ്, അതുവരെയാണ് ഓതി കൊടുക്കേണ്ടത്, ചൊല്ലി കൊടുക്കേണ്ടത്. 9മതായി, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ മുതൽ മിൻ ശർരി മാ ഖലഖ്, അതെവിടുന്ന? അതും ഹദ്ദാദിൽ നിന്നാണ്. എങ്ങനെയത് പൂരിപ്പിക്കുക? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് വരെയുള്ള ഹദ്ദാദ് റാത്തീബിൽ നിന്നാണ് ചൊല്ലി കൊടുക്കേണ്ടത്. അല്ലാഹു നമുക്ക് ഹദ്ദാദ് റാത്തീബ് പതിവായി ചൊല്ലാൻ മഹാഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.